ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ 21st ആണ്. അപ്പൊ ഇന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ട്രീ വെക്കാൻ പോകുന്നത്. എനിക്ക് എല്ലാ വർഷവും ഉണ്ട് എല്ലാ വർഷം ഉണ്ടായിരുന്നു. അടുത്ത വർഷം വലിയ ട്രീ വെക്കണം, അടുത്ത വർഷം എന്നുവെച്ചാല് അടുത്ത വർഷം അടിപൊളിയായിട്ട് ട്രീ വെക്കണം എന്നൊക്കെ. എന്നിട്ട് നമ്മൾ ഇവിടെ തപ്പി നോക്കുകയും ചെയ്തു. എന്താ പറയുക, ഒരു ട്രീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇൻ ദ സെൻസ് ഒരു വലിയൊരു ട്രീ ഉണ്ടായിരുന്നല്ലോ എന്ന് ആലോചിച്ചു. അതല്ല ഇവിടെയുള്ള മമ്മിക്ക് എല്ലാവർക്കും ഷുവർ ആയിരുന്നു, പക്ഷെ നമ്മൾ തപ്പിട്ട് കാണുന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കും അടുത്ത വർഷം വലിയ ട്രീ മേടിക്കണം, അടുത്ത വർഷം വലിയ ട്രീ. അങ്ങനെ ഫൈനലി എനിക്കിങ്ങനെ ഓഫീസിൽ അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ നൗ വോണ്ട് ഹാപ്പൻ. അപ്പൊ ഞാൻ മേടിച്ചു. അപ്പം നമ്മൾ ട്രീ മേടിച്ചു, ഇച്ചിരി ഡെക്കറേഷൻ മേടിച്ചു. ഞാൻ മാത്രം ചെയ്തത്, അതെനിക്ക് നേരത്തെ ഇച്ചിരി ബോധം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ അധികം എഫേർട്ട്ലെസ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് ഭീകരമായിട്ട് പ്രതീക്ഷിക്കരുത്. അപ്പം ചെയ്യാല്ലേ എന്തൊക്കെ. അപ്പം നമ്മൾ ട്രീ ഉണ്ടല്ലോ, ട്രീ മേടിച്ചാൽ നമ്മൾ എവിടെ നിന്നായിരുന്നു, ബ്രോഡ്വേ നിന്നായിരുന്നു മേടിച്ചത്. അപ്പം ബ്രോഡ്വേൻ്റെ ബാക്കിൽ നിന്ന് ഓക്കെ. അപ്പം ഞാനാണെങ്കിൽ ഇന്നെ ഇപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്കുണ്ടായിരുന്നു അത് ഏതാണ്ട് എൻ്റെ ഒരു നീളത്തിൻ്റെ അത്രയും വേണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് അളന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പോയത്. എന്നിട്ട് എനിക്കൊന്ന് നമ്മൾ 6 ഫീറ്റിൻ്റെ എന്തോ ആണ് നമ്മൾ ട്രീ മേടിച്ചേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ സാധനമൊക്കെ പൊട്ടിച്ച് ഞാനാണെങ്കിൽ നോക്കി ഇതിപ്പോൾ 3 പീസുണ്ട്, ഇപ്പോൾ ഏത് പീസാണ് നടക്കുക വരുന്നതെന്ന് അറിയാൻ. അപ്പം ഞാൻ അതിൻ്റെ ഹോളൊക്കെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അങ്ങനെ അവസാനം ഞാൻ താഴെ ഇന്നും മടുത്തപ്പത്തേക്ക് ഞാൻ മുകളിലേക്ക് കയറി. എന്നിട്ട് അവസാനം ഏതാണ്ടൊക്കെ ഒരു സെറ്റപ്പിൽ എനിക്ക് മനസ്സിലായി, ലൈക്ക് ഫസ്റ്റ് ലൈക്ക് ബോട്ടം ഇത്, മിഡിൽ ഇത്, ടോപ്പ് ഇതെന്ന്. അതും കുറച്ച് മണ്ടത്തരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അത് ഇവിടം വരെ എത്തിയത്. ഞാനിത് റിയലൈസ് ചെയ്തത് അവിടെ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ സാധനം എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ, ഞാൻ മാത്രം എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ സ്ക്രൂ ഒക്കെ കയറ്റുന്നത്. അടിയിലൊരു സ്ക്രൂ ഒക്കെ ഞാൻ ആദ്യം അടിയിലത്തെ ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് മറിച്ചായിരുന്നു ഞാൻ സ്ക്രൂ കയറ്റി വെച്ചത്. എന്നിട്ട് ഫിറ്റ് ആവണില്ല. എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് ഞാൻ ആലോചിച്ചു ഇതിങ്ങനെ അല്ലല്ലോ വരണ്ടേന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചിട്ടാണ് ഞാൻ പിന്നെ ലൈക്ക് ട്രീ വെച്ചിട്ട് ഞാൻ സ്ക്രൂ കയറ്റി വെച്ചത്. എൻ്റെ ബലമായ നിഗമനത്തിൽ ഇതിപ്പോഴും ഇങ്ങനെയാണെന്ന് എനിക്ക് വല്ല ഉറപ്പൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോപ്പ് ലെയറാട്ടോ വയ്ക്കുന്നത് അല്ലേ? അതെ, ടോപ്പ് സാധനമാണ് നമ്മൾ വയ്ക്കണേ. അങ്ങനെ നമ്മൾ ടോപ്പ് പീസ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിടർത്തലാണ്. എൻ്റെ അമ്മേ ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് അത് തീരണില്ല. ഞാൻ വിചാരിച്ചു വെച്ചാൽ നമ്മൾ ലൈക്ക് ഇങ്ങനെ ഒരു ഓഫീസിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പിന്നെ ലൈക്ക് ഒരു ട്രീ തന്നെ ഒരു 5-6 പേരും കാണുമല്ലോ. ഓഫീസിൽ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ വിടർത്തിയിട്ട് ഞാൻ ഒരു അറ്റത്തുനിന്ന് എത്തിയിട്ട് എത്തണില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ മറ്റു ഡെക്കറേഷൻ ഇടുന്ന സമയത്താണ് ബാക്കി വിടർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ കുറേ പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൊത്തം നമ്മൾ വിടർത്തി കഴിഞ്ഞു കേട്ടോ. റെഡ് ബോൾസ്, ആദ്യം റെഡ് ബോൾസും ഗോൾഡൻ ബോൾസും പിന്നെ ഇച്ചിരിയും കൂടെ ഹ്യൂജ് റെഡ് ബോൾസും ആണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെറ എവിടെയെങ്കിലും ഇടാതെ. പണ്ടൊന്നും എനിക്ക് അങ്ങനെ ക്രിസ്മസ് അത്രയ്ക്കാണ് വലിയ ഒരു ആഘോഷവും അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് വണ്ണും ബോൾസും പിന്നെ ബോൾസും പോലെ തന്നെ. അപ്പൊ പണ്ടൊന്നും എനിക്ക് അങ്ങനെ ക്രിസ്മസ് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ക്രിസ്മസ് ട്രീ ലൈറ്റ് സ്റ്റാർസ് രാത്രിക്ക് കൊടുക്കാൻ അതൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ എനിക്കങ്ങനെ എന്റെ ഫേവറേറ്റ് ടൈം ഓഫ് ദി ഇയർ അങ്ങനെ ഒന്നല്ലായിരുന്നു. പക്ഷെ എന്താ അറിയോ, ഇപ്പൊ എനിക്ക് ഭയങ്കര എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്രിസ്മസ് മുതലാണ് ക്രിസ്മസ് ഓൾമോസ്റ്റ് എനിക്കൊരു എന്താ പറയാ ഒരു ഫേവറേറ്റ് ടൈം ഓഫ് ദ ഇയർ എനിക്കായി തുറക്കും. കാരണം ഭയങ്കര രസം. എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ഒരു എഫക്ട് മനസ്സിലായത്. നമ്മൾ ഈ ഓഫീസൊക്കെ കഴിഞ്ഞ് ഇച്ചിരി ബ്രേക്ക് കിട്ടുന്ന ആകെ ഇപ്പോഴാണ്. അപ്പൊ ഈ സമയത്ത് എന്താ പറയാ ഭയങ്കര ശരി നമുക്ക് ചില്ല് ചെയ്ത് ഭയങ്കര കാം ആൻഡ് ഒരു ഫെസ്റ്റീവ് ടൈം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ലൈറ്റും അല്ലെങ്കിൽ പണ്ട് മുതൽ ഈ ലൈറ്റ് അങ്ങനെയൊക്കെ ചെറിയ ബ്രാൻഡുകളുണ്ട്. ഭയങ്കര രസം ഉണ്ടാവുന്നതാണ് ലൈറ്റ് ഒക്കെ കാണുമ്പോൾ. പിന്നെ നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ കുറെ ക്രിസ്മസ് മൂവീസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ആ ഒരു വൈബ് അങ്ങ് പിടിച്ചു തുടങ്ങി. ഞാൻ എന്റെ ഫസ്റ്റ് ക്രിസ്മസ് മൂവി മറ്റേതാണ് എല്ലാവരുടെയും പകരം പോകലോടാണ്. അതിലെന്ത് രസമല്ലേ ന്യൂയോർക്കൊക്കെ കഴിഞ്ഞ് വലിയ ട്രീ ഒക്കെ വന്നിട്ട് ഭയങ്കര സ്നോക്കാണ്. എനിക്കിഷ്ടം. പണ്ട് മുതൽ ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ പോണ ക്രിസ്മസ് ടൈമില് ഭയങ്കര രസമായിരിക്കും. ബീച്ചിൽ സാൻഡേ ഒക്കെ ഉണ്ടാവും. ന്യൂയോർക്കിൽ തോന്നുന്നു ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നു.
അങ്ങനെ ആസ് ഐ തോട്ട് നമ്മുടെ ഡെക്കറേഷൻ ഞാൻ നേരത്തെ മേടിച്ച സാധനം കുറച്ച് ആമസോണിൽ നിന്നാട്ടോ ആക്ച്വലി ഓർഡർ ചെയ്തത്. അത് വന്ന് അത് ലൈക്ക് ഫുൾ അത് എന്താ പറയുക ഇട്ടിട്ട് തീർന്നു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ മറ്റേ ഓർഡറും കൂടെ ചെയ്തു. അങ്ങനെ അതും വന്ന് അവിടെ നിന്നാണ് ഈ ക്യാൻഡിയും പിന്നെ ആ ചെണ്ടമേളൊക്കെ ഇല്ലേ ആ സാധനമൊക്കെ അവിടെ നിന്നായിരുന്നു. പിന്നെ റെഡ് സ്റ്റാർസ് അങ്ങനെയൊക്കെ. അപ്പോൾ അത് വന്ന സമയത്ത് അതായത് പിങ്ക് ബ്ലൂ വേറെ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റൊരു ഗോൾഡൻ ആൻഡ് റെഡ് ഗോൾഡൻ ആൻഡ് റെഡ് ആ ഒരു വൈബ് മതിയായതുകൊണ്ട് ഞാൻ മറ്റേതൊക്കെ കളർഫുള്ളൊക്കെ ബാക്കിലിട്ടിട്ട് റെഡ് ആൻഡ് ഗോൾഡൻ മാത്രം ഞാൻ ഫ്രണ്ടിലിട്ട് എന്നിട്ട് ഞാൻ തിരിച്ചൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് ആക്ച്വലി ഇച്ചിരി അവിടെ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നു. ലൈക്ക് കുറേ സമയം എടുക്കട്ടെ മാതാവേ എന്തോരം സമയം എടുത്തെന്ന് അറിയുക ചെയ്യാൻ. അപ്പം അങ്ങനെ ഇതാണ് ഭയങ്കര കളർഫുൾ ഐറ്റം. ഇത് ആക്ച്വലി ഞാൻ ആദ്യം ഇട്ട് വന്ന സമയത്ത് ഫ്രണ്ടിലിട്ടായിരുന്നു. പിന്നെ അത് ആലോചിച്ചപ്പോൾ അങ്ങനെ സെറ്റായില്ല. അപ്പോഴത്തേക്കും അടുത്ത് ബാക്കിലിട്ടു. അത് കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് ഇച്ചിരി കൂടി ഡെക്കറേഷൻ വേണമെന്നുണ്ടായിരുന്നേ. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ഫോട്ടോസിലൊക്കെ നോക്കിയപ്പം ഈ എന്താ പറയുക ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ഈ ആനേനൊക്കെ വെച്ചേക്കണ പോലെ അതേപോലെ എനിക്ക് നിറഞ്ഞ് കവിഞ്ഞൊക്കെ വെക്കണമായിരുന്നു. പക്ഷെ മമ്മി അവസാനം സമ്മതിച്ചില്ല. മമ്മിക്ക് ഇച്ചിരി ലൈക്ക് ഇച്ചിരി അധികം ഡെക്കറേഷൻ ഇച്ചിരി ഡെക്കറേഷൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അവസാനം ഐ സെറ്റിൽ ഫോർ ദാറ്റ് പാവല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ ഫെയറി ലൈറ്റ്സ് ഇടുന്നത്. അങ്ങനെ നമ്മുടെ ബെൽസും നമ്മുടെ ചെണ്ടയും നമ്മുടെ ഉണ്ടയും പിന്നെന്താ കുറേ മിഠായും അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ മറ്റേ മേരി ക്രിസ്മസ് കൊണ്ടുപോയി തൂക്കി. ഇപ്പം അവിടെ ഒരു ഈ ചൈനക്കാരുടെ തലയിലൊക്കെ ഒരു സാധനം പൊങ്ങി നിൽക്കണ പോലെ ഇപ്പോൾ ഒരു ഐറ്റം ഉണ്ടല്ലോ. അത് എനിക്ക് ആദ്യം അത് ഭയങ്കര അലമ്പായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി വന്ന് അതിലൊന്ന് തൊട്ട് തലൂടെ നോക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു അപാകത ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ അവസാനം അത് മടക്കി വെച്ച്. ഇതിവിടെ അവസാനം നമ്മൾ മടക്കി വെച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് അത് അങ്ങനെ നമ്മൾ ട്രീ അത്യാവശ്യം അലങ്കരിച്ച് കുളവാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി ലൈറ്റ്സ് ഇടുന്നത്. എനിക്ക് ഇതേപോലെ നമുക്ക് കളർഫുൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് പക്ഷേ വാം ലൈറ്റ് മതിയായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ എനിക്ക് വാം ലൈറ്റ് മാത്രം മതിയുള്ളൂ. അങ്ങനെ ഞാൻ വാം ലൈറ്റ്സ് ഇട്ടു. അതൊരു അടുക്കും ചിട്ട ഇല്ലായ്മ ഞാൻ തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നത്. അടുക്കും ചിട്ട ഇല്ലാണ്ട് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അത് ഞാൻ ചിലപ്പം ട്രീ ഡെക്കറേറ്റ് ചെയ്യണേക്ക് മുന്നേ ഇട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിയായിരുന്നു. ഒരുമാതിരി കാടൊക്കെ പിടിച്ച് വന്ന പോലെയായിരുന്നു. പക്ഷെ എന്നാലും ലൈറ്റ് കിട്ടി രാത്രി വന്നപ്പോഴത്തേക്ക് രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇത് ട്രീ മൊത്തം അവിടെ ഇവിടെയൊക്കെ ചുറ്റി അതിലേക്കൂടെ ഏതോ ഒരു കൊമ്പിലൊക്കെ കൂടെ കൊണ്ടുപോയിട്ട് അവസാനം ഞാൻ കുത്തി അത് സെറ്റാക്കി ഇരിപ്പുണ്ട്. കണ്ട ലൈറ്റ് കാണുമ്പോൾ ഒരു ക്രിസ്മസ് ട്രീ വൈബ് എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പം ദാറ്റ് വാസ് മൈ ക്രിസ്മസ് ട്രീ. യാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ലൈറ്റ് ഇട്ടു, എല്ലാം ഇട്ടു. ലൈറ്റ് ഒരു അലമ്പില്ല, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ അതാണ് ദിസ് ഇസ് വിത്തൗട്ട് ലൈറ്റ്സ് ആൻഡ് ദിസ് ഇസ് അറ്റ് നൈറ്റ് വിത്ത് ലൈറ്റ്സ്. കൊള്ളാല്ലേ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ.